പരിശുദ്ധരായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല നല്ല സമയത്തിന് അങ്ങേ വാഴ്ത്തുന്നപ്പ സ്തുതിക്കുന്നപ്പ വീണ്ടും ഒരു പ്രാവശ്യം തിരുവചനം പഠിക്കും ഞങ്ങളുടെ തിരുപ്പാദപ്പെടുത്ത അടിയങ്ങളെ കടന്നു വരുന്ന കർത്താവിന്റെ പലകാലം എല്ലാ പ്രിയപ്പെട്ട കർത്താവിന്റെ കൃപ സാന്നിധ്യ പരിപാടി കൃപ നന്ദി കർത്താവെ. കടന്നു എല്ലാ ദൈവമക്കളെ അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുന്ന കടന്നു വരുവാനുള്ള എത്രയും കുടിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന തിരുവചനം പഠിപ്പിക്കാൻ കടന്നു പ്രിയ ദേവദാസ കുടുംബത്തെ ഓർത്ത് അനുഗ്രഹം പ്രാർത്ഥിക്കുന്നത് കർത്താവ്. ആരുടെയും ഒരു സിസ്റ്റത്തിന് ഒരു തടസ്സമില്ലാതെ കർത്താവ് കാത്തുകൊള്ള പ്രാർത്ഥിക്കുന്നത് യേശു ക്രിസ്തു ജീവചരിത്ര ഉപദേശം കൂടി ദൈവദാസങ്ങളെ പഠിപ്പിക്കുന്നല്ലോ. പഠിക്കുന്ന ഓരോ വചനങ്ങളും ഞങ്ങൾ കർത്താവ് ഞങ്ങളെ ദൈവശക്തി പ്രാപിക്കാൻ പഠിച്ചു പൂർണ്ണ നിത്യം പ്രാപിക്കാൻ മറ്റുള്ളവർക്ക് പ്രിയമായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടന സ്തുതം കർത്താവ് യേശു ക്രിസ്തു മോഹന പ്രാർത്ഥന കേൾക്കുന്ന സ്വർഗീയ ദൈവമേ. ആമേൻ. ആമേൻ. കർത്താവിന്റെ ധന്യതിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ദൈവത്തിന്റെ വിലപ്പെട്ട ദാസിദാസന്മാർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദ ലൈഫ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിന്റെ ജീവിതവും ഉപദേശങ്ങളും ഈ വിഷയത്തിൽ യേശുവിന്റെ ഉപദേശങ്ങളും പഠിപ്പിക്കലുകളും, ദ എക്സോർട്ടേഷൻസ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് ജീസസ്, ആ വിഷയമായിരുന്നു നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഉപമകൾ, യേശു ഉപമകളിലൂടെ സംസാരിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളിച്ചെയ്തതായ പഠിപ്പിച്ചതായ ഉപദേശങ്ങളിൽ ഉള്ളടങ്ങിയിരുന്ന ഉപമകൾ, അതിനെ ക്ലാസിഫൈ ചെയ്ത് 4 ഗ്രൂപ്പായിട്ട് നമ്മൾ പഠിച്ചു വരികയായിരുന്നു. ഒന്നാമത്തേത് ദ പാരബിൾസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിന്റെ ഉപമകൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് പഠിച്ചു. യേശു പറഞ്ഞ ഉപമകളിൽ ചിലത് ദൈവരാജ്യത്തിന്റെ ഉപമകളായിരുന്നു, ദ പാരബിൾസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. രണ്ടാമത് നമ്മൾ പഠിച്ചത് പാരബിൾസ് ഓഫ് ഗോഡ്സ് മേഴ്സി ആൻഡ് ഫർഗിവ്നെസ്, ദൈവത്തിന്റെ കരുണ, ക്ഷമ എന്നിവയെ കുറിച്ചുള്ള ഉപമകൾ. ആ ഉപമകളും ചിലത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇന്ന് നമ്മൾ ആദ്യമായി പഠിക്കുവാൻ പോകുന്നത് പാരബിൾസ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വത്തിന്റെ ഉപമകൾ. ദ പാരബിൾസ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വത്തിന്റെ ഉപമകൾ. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 28 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ, ലൂക്കോസ് 14-28 മുതൽ 33 വരെയുള്ള വചനഭാഗങ്ങളിൽ നമ്മുടെ കർത്താവിന്റെ അരുളപ്പാടായിട്ട് നാം ഇങ്ങനെ കാണുന്നു: നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. നമ്മൾ ആ ഗോപുരം തീർക്കുക എന്നുള്ളതിനേക്കാൾ നമുക്ക് പരിചിതമായ രീതിയിൽ ഇങ്ങനെ പറയാം: ഒരു ഭവനം പണിയുവാൻ ആരംഭിച്ചാൽ നമ്മളെ പ്ലാനൊക്കെ വരച്ചിട്ട് നമ്മൾ നോക്കും, നമ്മുടെ കപ്പാസിറ്റിയിൽ നമുക്കത് പണിയുവാനുള്ള വകയുണ്ടോ എന്ന് കണക്ക് നോക്കും. ബുദ്ധിയുള്ള വ്യക്തികൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. വലിയ സൗധങ്ങളുടെയൊക്കെ പണി ആരംഭിച്ചിട്ട് അത് തീർപ്പാൻ വകയില്ലാതെ കിടക്കുന്ന കാഴ്ച പലയിടങ്ങളിലും കാണാം. അങ്ങനെ വന്നാൽ കാണുന്നവരെല്ലാം പരിഹസിക്കും. അവർ പറയും, ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. ഇനി മറ്റൊരു ഉപമയുടെ കർത്താവ് പറയുന്നത്, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പേ, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുൻപേ ഇരുന്ന് 20,000-വുമായി വരുന്നവനോട്, 20,000 പടയാളികളുമായി വരുന്നവനോട് താൻ 10,000-വുമായി എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? നമ്മുടെ ബൈബിളിൽ തന്നെ പഴയ നിയമത്തിൽ പല രാജാക്കന്മാരും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ അവിടെ പടയാളികളുടെ സംഖ്യയൊക്കെ പ്രതിപാദിച്ചതായി കാണുന്നുണ്ട്.
ഇസ്രായേലിന് വിരോധമായി വരുന്ന ചില സൈന്യങ്ങളൊക്കെ വലിയ സൈന്യങ്ങളുമായിട്ട് വരുമ്പോൾ അത്രയൊന്നും കരുത്ത് എണ്ണത്തിൽ സൈന്യത്തിൽ ഇല്ലെങ്കിലും ദൈവത്തിന്റെ സഹായത്താൽ ഇസ്രായേൽ ജയിച്ചിട്ടുണ്ട്. ആ ചരിത്രമൊക്കെ പഴയ നിയമത്തിൽ കാണാം. അപ്പം ഒരു സാധാരണഗതിയിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ വലിയ ഒരു സൈന്യമായിട്ട് ഒരു ശത്രു രാജാവ് വരികയാണെങ്കിൽ അത്രയും സൈന്യം തന്റെ പക്കൽ ഇല്ലായെങ്കിൽ എന്താ ചെയ്യുന്നത്? ശത്രു ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കും. കർത്താവ് പറയുകയാണ്, ലൂക്കോസ് 14:28 മുതൽ 33 വരെയുള്ള ഭാഗമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പേ ഇരുന്ന് 20,000 വരുന്നവനോട് താൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ട് പിരിയുന്നില്ല എങ്കിൽ അവന് തന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഇവിടെ 2 ഉദാഹരണങ്ങൾ, ഒരു ഗോപുരം പണിയുന്നതിന്റെയും അല്ലെങ്കിൽ ഒരു പടയ്ക്ക് പുറപ്പെടുന്നതിന്റെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് കർത്താവ് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ആസ്തിയില്ലാത്തവന്റെ ആരംഭം വഴിയിൽ പരാജയത്തിനും പരിഹാസപാത്രമാകുന്നതിനും കാരണമാകും എന്ന് പഠിപ്പിക്കുകയാണ്. ആസ്തിയില്ലാത്തവന്റെ ആരംഭം വഴിയിൽ പരാജയത്തിന് പരിഹാസപാത്രമാകുന്ന കാരണമാകും. അതുകൊണ്ട് ഒരുവൻ ഗോപുരം പണിവാൻ ഇച്ഛിക്കുന്നുവെങ്കിലും രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടുന്നുവെങ്കിലും ഇരുന്ന് തങ്ങളുടെ ആസ്തി എത്രയുണ്ടെന്ന് പരിശോധിക്കേണ്ടതിന്റെ ആവശ്യകത കർത്താവ് ഈ ഉപമകളിലൂടെ സൂചിപ്പിച്ചിരിക്കുകയാണ്. ഈ ഉപമകൾ ഞാൻ പറഞ്ഞല്ലോ ശിഷ്യത്വത്തിന്റെ ഉപമകളാണ്. അപ്പൊ ഈ ഉപമകളുടെ പശ്ചാത്തലം മനസ്സിലാക്കേണ്ടതിന് നമ്മൾ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നു. മത്തായി 8:19 മുതൽ 22 വരെ. അന്നൊരു ശാസ്ത്രി അവന്റെ അടുക്കൽ വന്ന്, ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവകൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു. ശിഷ്യന്മാരിൽ വേറൊരുത്തൻ അവനോട്, കർത്താവെ, ഞാൻ മുൻപേ പോയി എന്റെ അപ്പനെ അടക്കാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. യേശു അവനോട്, നീ എന്റെ പിന്നാലെ വരിക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. പശ്ചാത്തലമാണ്. ഒരു ശാസ്ത്രി വന്നിട്ട് പറയുകയാണ്, റബി, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറയുമ്പോൾ യേശു പറയുകയാണ്, ഡു നോട്ട് എക്സ്പെക്ട് മച്ച് ഫ്രം മീ. എന്റെ പുറകെ വരുന്നത് കൊണ്ട് ഈ ലോകത്തിലെ എന്തെങ്കിലും നീ പ്രതീക്ഷിക്കരുത്. സുഖകരമായിരിക്കും എന്റെ പിന്നാലെ വരുന്ന യാത്രയെന്ന് നീ ചിന്തിക്കരുത്. എന്റെ പിന്നാലെ എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നത് അത് അത്ര സുഖകരമായിരിക്കുമെന്ന് നീ ചിന്തിക്കരുത്. കുറുനരികൾക്ക് കുഴികളുണ്ട്, ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രന് തലചായ്പാൻ ഇടമില്ല. ഈ ലോകത്തിൽ അതായിരിക്കും അവസ്ഥ എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് വേണം ഇറങ്ങി പുറപ്പെടുവാൻ. അങ്ങനെ എനിക്ക് അത് ശാസ്ത്രിയുടെ കഥ. അങ്ങനെ ശിഷ്യന്മാരിൽ ഒരുത്തം പറയുകയാണ്, കർത്താവെ, ഞാൻ മുൻപേ പോയി എന്റെ അപ്പനെ അടക്കം ചെയ്യുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. യേശു അവനോട് പറയുകയാണ്, നീ എന്റെ പിന്നാലെ വരിക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. മരിച്ചവരെന്ന് പറഞ്ഞാൽ അവിടെ മരിച്ചു കിടക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലല്ല, ആത്മീക മരണം സംഭവിച്ചവർ, ലൗകിക കാര്യങ്ങൾ അവർ വ്യാപൃതരാകട്ടെ, യു ഫോളോ മീ എന്ന് പറഞ്ഞ് ശിഷ്യനോട് തന്നെ അനുഗമിക്കാൻ പറയുകയാണ്. ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാൻ, ഈ മുൻപ് പറഞ്ഞ ആസ്തിയുടെ കാര്യം മനസ്സിലാക്കുവാൻ ശിഷ്യത്വത്തിന് കൊടുക്കേണ്ട വിലയെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. ശിഷ്യത്വം എന്ന് പറയുന്നത് വലിയ വില കൊടുക്കേണ്ടതാണ്. അത് മനസ്സിലാക്കാൻ മറ്റൊരു വചനഭാഗവും കൂടെ നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്താൻ, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 57 മുതൽ 62 വരെ. ലൂക്കോസ് 9-ന്റെ 57 മുതൽ 62 വരെ. അവർ വഴിപോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ സ്ഥലചായ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു.
വേറൊരുത്തനോട് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞാൽ അവൻ ഞാൻ മുൻപേ പോയി എന്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. അവനോട് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എന്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണം. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ആ ശിഷ്യത്വത്തെ പറ്റി പറയുന്ന ഉപമകൾ പഠിക്കാൻ. ഇവിടെ പറയുന്ന സംഭവങ്ങളിൽ, ഗുരു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം, ഞാനൊരു ശിഷ്യനായി നിന്നെ അനുഗമിക്കാമെന്ന് പറയുന്ന ഒന്നാമത്തെ സംഭവത്തിൽ ഒരു ശാസ്ത്രിയും, രണ്ടാമത് ലൂക്കോസ് പറയുന്ന സംഭവത്തിൽ മറ്റേതോ ഒരു വ്യക്തിയും അവർ യേശുവിന്റെ അടുക്കൽ വരികയാണ്. അങ്ങനെ തന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞ് യേശുവിന്റെ പിന്നാലെ വരുന്നവരോട് യേശു പറയുന്ന ആ മുന്നറിയിപ്പാണ്. കുറുനരികൾക്ക് കുഴിയുണ്ട്, ആകാശത്തിലെ പറവകൾക്കുണ്ട്, മനുഷ്യപുത്രന് തലചായ്പാൻ ഇടമില്ല. യേശുവിന്റെ ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ഈ ലോകത്തിൽ സുഖ സൗകര്യങ്ങൾ പ്രതീക്ഷിക്കുന്നവരാകരുത്. ശിഷ്യത്വത്തിന് വേണ്ട പ്രഥമ ഗുണം, ശിഷ്യനായിരിക്കുവാൻ വേണ്ട പ്രഥമ ഗുണം, ലോക സുഖ സൗകര്യങ്ങൾ ത്യജിക്കുവാൻ ഒരുക്കമുള്ള മനസ്സുണ്ടായിരിക്കുക എന്നതാണ്. കർത്താവ് പഠിപ്പിക്കുന്ന അതാണ്. പകുതിയാവുമ്പോൾ ഇട്ടെറിഞ്ഞു പോകുന്നവനല്ല. പ്രതികൂലത്തിന്റെ കാറ്റുകൾ അടിക്കുമ്പോൾ, കഷ്ടതയുണ്ടാകുമ്പോൾ, ക്രൂശ് മുന്നിൽ വരുമ്പോൾ ഇട്ടെറിഞ്ഞു പോകുവാനല്ല. ശിഷ്യത്വത്തിന്റെ പ്രഥമ ഗുണം ക്രൂശ് എടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കുക എന്നുള്ളത്. ലോക സുഖ സൗകര്യങ്ങൾ ത്യജിക്കുവാൻ ഒരുക്കമുള്ള ഒരു മനസ്സുണ്ടായിരിക്കുക, പ്രഥമ ഗുണം. രണ്ടാമത്തെ ഗുണം, ശിഷ്യത്വത്തിന് വേണ്ട രണ്ടാമത്തെ ഗുണം പറയുന്നുണ്ട്. ഒരുത്തൻ പറയുകയാണ്, പോയി ഞാൻ മുമ്പേ പോയി എന്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം. അപ്പൻ അവിടെ മരിച്ചു കിടക്കുന്നു എന്നല്ല അർത്ഥം. മരിച്ചു കിടക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. അപ്പൻ മരിക്കുവോളം അവനെ ശുശ്രൂഷിച്ച് അതിനുശേഷം അവനെ അടക്കം ചെയ്തിട്ടൊക്കെ ഞാൻ വരാം. പലരും അങ്ങനെ പല ലൗകികമായ ചില ബന്ധങ്ങളാൽ ചിലരിങ്ങനെ വരിഞ്ഞു മുറുകി കിടക്കുകയാണ്. എന്നാൽ ഒരു ശിഷ്യനായിരിക്കുവാൻ കർത്താവ് ഈ ഉദാഹരണങ്ങളിലൂടെ, ഉപമകളിലൂടെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, രണ്ടാമത്തെ ഗുണം, ശിഷ്യന്റെ രണ്ടാമത്തെ ഗുണം, സകല ബന്ധുമിത്രാദികളെക്കാളും അധികമായി യേശുവിനെ സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കുക എന്നതാണ്. ഈ ഉപമകൾ വളരെ സ്പഷ്ടമായി അത് പഠിപ്പിക്കുന്നതാണ്. സകല ബന്ധുമിത്രാദികളെക്കാളും അധികമായി യേശുവിനെ സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കുക എന്നതാണ് ശിഷ്യത്വത്തിന് വേണ്ട രണ്ടാമത്തെ ഗുണം. ശിഷ്യത്വത്തിന് ഏറിയ വില കൊടുക്കേണ്ടി വരും. 1 പത്രോസ് 2:21 ഒന്ന് വായിച്ചാട്ടെ. 1 പത്രോസ് 2:21 പെട്ടെന്ന് വായിക്കണം. ഒക്കെ കാണാതറിയേണ്ട വാക്യങ്ങളാണ്. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. ആരും കേൾക്കുന്നില്ല വാക്യമൊന്നും പറഞ്ഞത്, റെഫറൻസ് ഒന്നും. ചിലപ്പോ എല്ലാരും മത്സരിച്ച് ഒരാളുടെ വായിക്കുമ്പോൾ 4 പേര് ഒരുമിച്ച് വായിക്കും. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. നോക്കുക, ശിഷ്യത്വത്തിന് ലോകസുഖ സൗകര്യങ്ങൾ ത്യജിക്കണമെന്നും സകല ബന്ധുമിത്രാദികളെക്കാളും അധികം യേശുവിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞപ്പോഴേ എല്ലാവരും ബൈബിൾ അടച്ചു. മറ്റോരോന്നൊക്കെ പറയുന്നുണ്ട്, ഒരാൾ വാക്യം വായിക്കുമ്പം വിട്ടുകൊടുക്കില്ല ഞാനെന്നും പറഞ്ഞ് രണ്ടാമതും ആൾക്കാർ മത്സരിക്കുമായിരുന്നു. ഇന്നിപ്പം വായിക്കാൻ ആളുകൾക്കെല്ലാം മടിയെന്താ? പോട്ടെ. പത്രോസ് പറയുകയാണ്, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഏതിനായിട്ട്? ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. യേശുവിന്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാനാണ് നമ്മോട് പറയുന്നത്. യേശുവിന്റെ കാൽച്ചുവടുകൾ പിന്തുടർന്നാൽ നാം കാണുന്നത് റെഡ് കാർപ്പറ്റ് അല്ല, പുഷ്പദളങ്ങൾ വിതറിയിരിക്കുന്ന മനോഹരമായ ഒരു പാതയല്ല. യേശുവിന്റെ കാൽച്ചുവടുകൾ പിന്തുടർന്നവർക്ക് കാണുവാൻ സാധിക്കുന്നത് കുരിശും എടുത്തുകൊണ്ട് വീണ്ടും എഴുന്നേറ്റും
കാൽവറിയുടെ കുലമരത്തിൽ എത്തുവോളം കഷ്ടം സഹിച്ച് അവിടെ ക്രൂശുമരണം ഭരിച്ച ആ യേശുവിന്റെ കാഴ്ചയാണ് കാണുന്നത്. ആ പാതയാണ് പിന്തുടരുവാൻ പറഞ്ഞിരിക്കുന്നത്. ശിഷ്യത്വത്തിന് ഏറിയ വില കൊടുക്കേണ്ടി വരും. ഗുരുവിന്റെ മാതൃക പിന്തുടരുന്നുവെങ്കിൽ മാത്രമേ, ഗുരു പോയ പാതയിൽ പിന്തുടരുവാൻ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയുള്ളൂ. ശിഷ്യത്വത്തിന് ഏറിയ വില കൊടുക്കേണ്ടി വരും. എന്നാൽ അങ്ങനെ വില കൊടുക്കുന്നത് വൃഥാവാകയില്ല എന്ന് മറ്റൊരു ഉപമയിൽ കൂടെ കർത്താവ് സൂചിപ്പിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിപ്പാൻ കഴിയുമോ? മണവാളൻ കൂടെ ഇരിക്കും കാലത്തോളം അവർക്ക് ഉപവസിപ്പാൻ കഴിയുകയില്ല. യേശു എന്ന മണവാളൻ കൂടെ ഇരിക്കുമ്പോൾ നിത്യമായ സന്തോഷം അനുഭവിക്കുവാൻ ഇടയാകും. യേശു എന്ന മണവാളൻ കൂടെ ഇരിക്കുമ്പോൾ നിത്യമായ സന്തോഷം അനുഭവിക്കുവാൻ ഇടയാകും എന്ന് കർത്താവ് അവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ശിഷ്യത്വത്തിന്റെ ഉപമകൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന, ഇതുവരെ പറഞ്ഞ 3 ഗ്രൂപ്പ് ഓഫ് ഉപമകളിലും ഇച്ചിരി കടുപ്പമായി തോന്നുന്നത് ഇതാണെന്ന് തോന്നുന്നു. ഓക്കെ, മുന്നോട്ട് പോകാം. ശിഷ്യത്വത്തിന്റെ ഉപമകൾ കഴിഞ്ഞു. ഇനി അടുത്തത് ദ പാരബിൾ അബൌട്ട് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്. യേശുക്രിസ്തുവിന്റെ 2-ാം വരവിനെ കുറിച്ചുള്ള ഉപമകൾ. യേശുക്രിസ്തുവിന്റെ 2-ാം വരവിനെ കുറിച്ചുള്ള ഉപമകൾ. യേശു കർത്താവിന്റെ മടങ്ങി വരവിന് ശേഷം നടക്കുന്ന ന്യായവിധിയെ സൂചിപ്പിച്ച് യേശു ചില ഉപമകൾ പറയുന്നത് പ്രകാരം വെളിപ്പെടുത്തുന്നുണ്ട്. യേശു കർത്താവിന്റെ മടങ്ങി വരവിന് ശേഷം നടക്കുന്ന ന്യായവിധിയെ സംബന്ധിച്ച് ചില ഉപമകൾ. അന്ന് അവിശ്വസ്ത ദാസന്മാർ, വിശ്വസ്തതയില്ലാത്ത ദാസന്മാർ അന്ന് ശിക്ഷിക്കപ്പെടും. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 42 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ലൂക്കോസ് 12-ന്റെ 42 മുതൽ 46 വരെ. പെട്ടെന്ന് വായന. കർത്താവ് പറഞ്ഞത്, തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കേണ്ടതിന് യജമാനൻ തന്റെ വേലക്കാരുടെ മേൽ ആക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗൃഹവിചാരകൻ ആർ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ ദാസൻ യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞ ബാല്യക്കാരെയും ബാല്യക്കാരത്തികളെയും തല്ലുവാനും തിന്നുകുടിച്ചു മതിക്കുവാനും തുടങ്ങിയാൽ അവൻ നോക്കിയിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും ആ ദാസന്റെ യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിക്കുകയും അവന് അവിശ്വാസികളോടുകൂടെ പങ്കു കൽപ്പിക്കുകയും ചെയ്യും. ഇവിടെ പറഞ്ഞിരിക്കുന്ന പദപ്രയോഗത്തിലേക്ക് യജമാനൻ തന്റെ വേലക്കാരുടെ മേലാക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗ്രഹവിചാരകൻ. ബുദ്ധിയുള്ള ഗ്രഹവിചാരകന്മാർക്ക് ബോധം വരുവാൻ ഈ ഒരൊറ്റ വചനഭാഗം മതി. ബുദ്ധിയുള്ള ഗ്രഹവിചാരകന്മാർക്ക് ബോധം വരുവാൻ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ കാണുന്ന കർത്താവ് പറഞ്ഞ ഈ ഒരൊറ്റ ഉപമ മതി. ഒന്നാമത്, ദൈവവചനം വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, ഗ്രഹവിചാരകൻ എന്ന് പറയുന്നത് യജമാനൻ ആക്കി വെക്കുന്ന ജോലിക്കാരാണ്. ശ്രദ്ധിക്കുക, യജമാനൻ തന്റെ വേലക്കാരുടെ മേലാക്കുന്ന ആക്കി വെക്കുന്ന ഗ്രഹവിചാരകനാണ്. നമുക്ക് ഗ്രഹവിചാരന്മാരെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് പഴയ നിയമത്തിൽ നമ്മുടെ യോസഫിനെയാണ്. വിശ്വസ്തനായ ഒരു ഗ്രഹവിചാരകനായിരുന്നു. യജമാനന്റെ സകലത്തിനു മേൽ അവന് കാര്യവിചാരം നടത്തുവാൻ അവന് അധികാരമുണ്ടായിരുന്നു. അങ്ങനെ യജമാനനാക്കി വെക്കുന്ന, അപ്പോയിന്റ് ചെയ്യുന്ന ഒരുവനാണ് ഗ്രഹവിചാരകൻ. ഗ്രഹവിചാരൻ എന്ന് പറയുന്നത് പീപ്പിൾ ഹു ഹാവ് ബീൻ അപ്പോയിന്റഡ് ബൈ ദ മാസ്റ്റർ. യജമാനനാണ് ആക്കി വെക്കുന്നത്, അതായത് അപ്പോയിന്റ് ചെയ്യുന്നത് യജമാനനാണ്, ആരും സ്വയമാകുന്നതല്ല. നാം ശുശ്രൂഷ ചെയ്യുവാൻ സമർപ്പണത്തോടെ മുന്നോട്ട് വരുന്നുവെങ്കിൽ അതിനുള്ള നിയോഗം പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ യജമാനൻ നമ്മെ ആക്കി വെക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, വളരെ പ്രധാനമായ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അത് ആക്കി വെച്ചിരിക്കുന്നവരിൽ നിന്ന് യജമാനൻ പ്രതീക്ഷിക്കുന്നത് എന്താണ്? പ്രതീക്ഷിക്കുന്നത് ആ ഉപമയിൽ എന്താണ് പറയുന്നത്?
യജമാനൻ ആക്കി വെക്കുന്ന യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിൽ അതായത് തക്ക സമയത്ത് ആഹാരം കൊടുക്കേണ്ടതിന് യജമാൻ. അപ്പൊ അങ്ങനെ അതിനാദ്യമേ പറയുന്നുണ്ട് ഒരു പദം, ഒരൊറ്റ വാക്കി പറയാം, വിശ്വസ്തത ഉള്ളവരായിരിക്കുക. യജമാനൻ ഏത് പർപ്പസിന് വേണ്ടി, എന്ത് ഡ്യൂട്ടി അസൈൻ ചെയ്ത് ഏത് പർപ്പസിന് വേണ്ടി അവനെ ആക്കി വെച്ചിരിക്കുന്നുവോ ആ പണിയിൽ അവൻ വിശ്വസ്തനായിരിക്കണം, വിശ്വസ്തത കാണിക്കണം. അതാണ് യജമാനൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്, ഗൃഹവിചാരകൻ എന്ന് പറയുന്നത് യജമാനൻ അപ്പോയിന്റ് ചെയ്തവനാണ്. രണ്ട്, അങ്ങനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നവർ യജമാനൻ അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് വിശ്വസ്തതയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. വിശ്വസ്തത ഉള്ളവരായിരിക്കുക എന്ന കാര്യമാണ് യജമാനൻ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 4:1-2. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. ശ്രദ്ധിക്കുക, പൗലോസ് അവിടെ പറയുകയാണ്, ഞങ്ങളെ ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരാക്കിയിരിക്കുകയാണ് ദൈവം. അപ്പോൾ ഈ ഗ്രഹവിചാരകന്മാരിൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന യജമാനൻ അന്വേഷിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? വിശ്വസ്തതയാണ്. വിശ്വസ്തതയാണ്. രണ്ട് കാര്യങ്ങൾ, ഒന്ന് അപ്പോയിന്റ് ചെയ്തതാണ്, രണ്ട് വിശ്വസ്തയാണ്. ഇനി മറ്റൊരു ഉപമയുടെ അതുമായിട്ട് ബന്ധപ്പെട്ട് കാണാം. അവിശ്വസ്ത ദാസന്മാർ ശിക്ഷിക്കപ്പെടുമെന്നുള്ള വിഷയത്തിൽ മത്തായിയുടെ സുവിശേഷം 25:14 മുതൽ 36 വരെ, 14 മുതൽ 30 വരെ, 14 മുതൽ 30 വരെയാണ്. 36 എന്നാണ് സ്ക്രീനിൽ കാണുന്നത്, 30 വരെ. അവിടെ കർത്താവ് അരുളി ചെയ്തതായി രേഖപ്പെടുത്തിയിരിക്കുന്ന താലന്തുകളുടെ ഉപമയുണ്ട്. താലന്തുകളുടെ ഉപമ മത്തായിയുടെ സുവിശേഷം 25:14 മുതൽ 30 വരെ. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസൻ വായിച്ചു, ചുരുക്കമായിട്ട് അതിന്റെ പെട്ടെന്ന് വായിച്ചോളൂ. ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1 എന്നിങ്ങനെ ഓരോരുത്തന് അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്കെ വന്ന് വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനനെ 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. 2 താലന്ത് ലഭിച്ചവനും അടുക്കെ വന്നു, യജമാനനെ 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. 1 താലന്ത് ലഭിച്ചവനും അടുക്കെ വന്നു, യജമാനനെ, നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു ഭയപ്പെട്ട് ചെന്ന് എന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു. നിന്റേത് ഇതാ, എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവൻ എന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എന്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്ന് എന്റെ അത് പലിശയോട് കൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത് അവന്റെ പക്കൽ നിന്ന് എടുത്ത് 10 താലന്ത് ഉള്ളവന് കൊടുപ്പിൻ. അങ്ങനെ ഉള്ളവന് ഏവനും ലഭിക്കും, അവന് സമൃദ്ധിയും ഉണ്ടാകും. ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇവിടെ നോക്കിയ താലന്തുകളുടെ ഉപമയിൽ യജമാനൻ ഭരമേൽപ്പിച്ച താലന്തുകൾ വ്യാപാരം ചെയ്ത് യജമാനന് പ്രസാദമാകുമാറ് ലാഭം നേടിയ 2 ദാസന്മാർ. ആ 2 ദാസന്മാരോടും യജമാനൻ പറയുന്ന ഒരേ കാര്യമാണ്. 5 കൊണ്ട് വ്യാപാരം ചെയ്ത് 10 ആക്കിയവനും 2 വ്യാപാരം ചെയ്ത് 4 ആക്കിയവനും അവർക്ക് തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. 2 പേരോടും പറയുക, യജമാനൻ പറയുക, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം.
തന്റെ മക്കൾ ഭരമേൽപ്പിച്ച താലന്ത് വ്യാപാരം ചെയ്യാതെ മറച്ചു വെച്ചൊരു ദാസനുണ്ട്. യജമാനൻ അവനെ വിളിക്കുന്ന ദുഷ്ടനും മടിയനുമായ ദാസനെ എന്നാണ്. ആ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് കൽപ്പിച്ചതായി കാണുന്നു. അപ്പോൾ യജമാനൻ ഇവിടെ നോക്കുന്നത് എന്താണ്? വിശ്വസ്തതയാണ്. എത്ര നേടിയെന്നുള്ളതല്ല, വിശ്വസ്തരായി വ്യാപാരം ചെയ്തു എന്നതാണ് യജമാനൻ പ്രസാദിക്കുന്ന പ്രവൃത്തി. നമ്മുടെ പക്കൽ ഒരു താലന്തേ തന്നിട്ടുള്ളെങ്കിൽ 5 താലന്തോ 10 താലന്തോ 50 താലന്തോ ഉള്ളവനെ വലിയ വ്യാപാരം നടത്തുന്നു, എനിക്കെന്താ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് താലന്തുകൾ പരമേൽപ്പിച്ചിരിക്കുന്ന യജമാനനെ പഴിച്ചുകൊണ്ടിരിക്കുകയല്ല. നിന്റെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നത് 1 1 മുറിയോ ആയിക്കോട്ടെ, അത് വ്യാപാരം ചെയ്യുവാൻ. നിന്റെ പക്കൽ എന്തോ പരമേൽപ്പിച്ചിരിക്കുന്നു അത് വ്യാപാരം ചെയ്യുക. അതാണ് യജമാനൻ ആഗ്രഹിക്കുന്നത്. 5 താലന്ത് കൊണ്ട് 5 കൂടെ നേടിയവനും 2 താലന്ത് ലഭിച്ച് 2 താലന്ത് കൂടെ നേടിയ ദാസനോടും ഒരേ കാര്യമാണ് യജമാനൻ പറയുന്നത്. ഒരേ കാര്യം, യാതൊരു വ്യത്യാസമില്ല. അന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ അവരുടെ നേട്ടമല്ല, അവരുടെ വിശ്വസ്തതയാണ് യജമാനൻ കണക്കിടുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോകം നോക്കുന്നത് നേട്ടങ്ങളെയാണ്. ലോകം നോക്കുന്നത് നേട്ടങ്ങളെയാണ്. ലോകം മാനിക്കുന്നത് വിജയികളെയാണ്. എന്നാൽ ദൈവം മാനിക്കുന്നത് വിശ്വസ്തന്മാരെയാണ്. ഇനി പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ലോകം മാനിക്കുന്നത് വിജയികളെയാണ്, ഏതു മാർഗത്തിലൂടെയും വിജയം നേടുക. എന്നാൽ ദൈവം മാനിക്കുന്നത് വിശ്വസ്തന്മാരെയാണ്. നമുക്കറിയാം, ഒരു മനുഷ്യൻ തന്റെ ആയുസ്സിന്റെ ഒരു നല്ല പങ്ക് പ്രസംഗിച്ചിട്ടും ഒരു കുടുംബത്തെ അല്ലാതെ തലമുറയിൽ ഒരാളെ പോലും നേടുവാൻ സാധിച്ചില്ല. പക്ഷെ ദൈവം അവനെ മാനിക്കുന്നുണ്ട്. ആരാണ് ആ വ്യക്തി? നോഹ. 120 വർഷം നീതിപ്രസംഗിയായി പ്രയത്നിച്ച നോഹയ്ക്ക് തന്റെ കുടുംബമല്ലാതെ തലമുറയിൽ ഒരു വ്യക്തിയെ പോലും നേടുവാൻ കഴിഞ്ഞില്ല. നീതിമാർഗത്തിലേക്ക് നയിക്കുവാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ നോഹയുടെ വിശ്വസ്തതയെ ദൈവം മാനിച്ചതായി കാണുന്നു. നേട്ടങ്ങൾക്കായി കുറുക്കുവഴികൾ തിരഞ്ഞെടുക്കുന്നവരിൽ ദൈവം പ്രസാദിക്കില്ല. കുറുക്കുവഴികൾ ദൈവം പ്രസാദിക്കില്ല. ലോകത്തിൽ അവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ ലഭിച്ചു എന്ന് വരാം. ദൈവം അവിശ്വസ്തന്മാർക്ക്, വിശ്വസ്തതയില്ലാത്തവർക്ക് നൽകുന്ന ഓഹരി കൊള്ളരുതാത്ത ദാസന്മാരോട് കൂടെ ആയിരിക്കും. അവരെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. കർത്താവ് വ്യക്തമായി പറയുകയാണ്, 120 വർഷം പ്രസംഗിച്ചിട്ട് ഒരാളെ പോലും നേടാൻ സാധിക്കാതിരുന്നിടത്ത് ഒറ്റ പ്രസംഗം കൊണ്ട് 1,20,000-ലധികം ആൾക്കാരെ നേടിയ ഒരു വ്യക്തിയെയും ബൈബിളിൽ പറയുന്നുണ്ട്. ആരാന്നറിയോ? യോന. അനുഗ്രഹിക്കട്ടെ. പക്ഷെ ആ പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് പുള്ളിക്ക് ജനം മാനസാന്തരപ്പെട്ടപ്പോ പുള്ളിക്ക് അങ്ങ് വലിയ മനപ്രയാസമായി പോയി. ഏതായാലും അവിടേക്ക് പോകുന്നില്ല. യോനയെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് അവിടേക്ക് പോകുന്നില്ല. അപ്പോൾ ഒരു 120 വർഷം കൊണ്ട് പ്രസംഗിച്ചിട്ടും നീതിപ്രസംഗിയായ നോഹയ്ക്ക് തന്റെ കുടുംബത്തെ അല്ലാതെ തന്റെ കുടുംബത്തെയും തന്നോടുകൂടെ പെട്ടകത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. അതൊരു വലിയ നേട്ടമാണ്. ദൈവം വിശ്വസ്തതയാണ് കണക്കിടുന്നത്. ദൈവം വിജയികളെ നോക്കുകയല്ല, വിശ്വസ്തന്മാരെയാണ് നോക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 24:45 മുതൽ 51 വരെയുള്ള വചനഭാഗത്തിലും അത് വായിക്കണ്ട, ഞാൻ പറഞ്ഞു പോവാം. 24:45 മുതൽ 51 വരെയുള്ള വചനഭാഗത്തിൽ അവിടെയും യേശു കർത്താവിന്റെ മടങ്ങി വരവിന് ശേഷം നടക്കുന്ന ന്യായവിധിയെ സൂചിപ്പിച്ച് അന്ന് അവിശ്വസ്ത ദാസന്മാർ ശിക്ഷിക്കപ്പെടുമെന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അവിശ്വസ്ത ദാസന്മാർ ശിക്ഷിക്കപ്പെടും. അത് നമ്മൾ പിന്നീട് ഒലിവുമല പ്രഭാഷണം പഠിക്കുമ്പോൾ, ഒലിവുമല പ്രഭാഷണം എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ പഠിപ്പിക്കും. കർത്താവ് വരാൻ താമസിച്ചാൽ ആയുസോടെ ദൈവം നിർത്തുന്നുവെങ്കിൽ നമുക്കത് പഠിക്കാം.
അപ്പോൾ ഒലിവുമല പ്രഭാഷണം പഠിപ്പിക്കുമ്പോൾ അത് വിശദമായി പഠിപ്പിക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മളിപ്പോൾ പഠിച്ചു. കർത്താവിന്റെ മടങ്ങിവരവ് സംബന്ധിച്ചുള്ള ഉപമയിൽ പ്രതിപാദിക്കുന്ന ഒന്നാമത്തെ കാര്യം, അന്ന് അവിശ്വസ്ത ദാസന്മാർ ശിക്ഷിക്കപ്പെടും. 2, നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ, അതായത് കർത്താവ് മടങ്ങി വരും. നനയ്ക്കാത്ത നാഴികയിൽ, ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത്, നനയ്ക്കാത്ത നാഴികയിൽ. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ള നിരവധി ഉപമകൾ നനയ്ക്കാത്ത നാഴികയിൽ മടങ്ങി വരും എന്നുള്ളത് നമ്മൾ ആദ്യത്തെ ലൂക്കോസ് 12:42 മുതൽ 46 വരെയുള്ള ആ വചനഭാഗത്തിൽ തന്നെ കാണുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, അവൻ നോക്കിയിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും ആ ദാസന്റെ യജമാനൻ വന്നവനെ ദണ്ഡിപ്പിക്കും. അപ്പൊ നോക്കിയിരിക്കാത്ത നാളിൽ അറിയാത്ത നാഴികയിൽ യജമാനൻ വരും. അപ്പൊ നനയ്ക്കാത്ത നാഴികയിൽ വരും. മത്തായി 24:43-44 പറയുന്നത്, കള്ളൻ രാത്രിയിൽ എന്ന പോലെ മനുഷ്യപുത്രൻ വരുന്നു. കള്ളൻ രാത്രിയിൽ വരുന്നത് അനൗൺസ് ചെയ്തിട്ടൊന്നുമല്ല. നാളെ സാറേ ഒന്ന് ശ്രദ്ധിക്കണേ, നാളെ രാത്രി 2 മണിയാവുമ്പോൾ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് നമുക്ക് അയച്ച് അല്ലെങ്കിൽ ഫോൺ ചെയ്ത് നമ്മളെ അറിയിച്ചിട്ടൊന്നുമല്ല കള്ളൻ വരുന്നത്. പ്രതീക്ഷിക്കാത്ത നിമിഷം, നനയ്ക്കാത്ത നാഴികയിൽ കള്ളൻ രാത്രിയിൽ എന്ന പോലെ മനുഷ്യപുത്രൻ വരുന്നു. മത്തായി 24:43-44 വാക്യങ്ങൾ അത് സൂചിപ്പിക്കുന്നത്. അതുകൂടാതെ 10 കന്യകമാരുടെ ഉപമ 25-ാം അധ്യായം, മത്തായി 25-ന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, അവിടെയും അവർ പ്രതീക്ഷിക്കാത്ത സമയത്താണ് മണവാളൻ വരുന്നത്. പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുമ്പോൾ ബുദ്ധിയുള്ള കന്യകമാര് വിളക്കിനോടുകൂടെ എണ്ണയും കരുതിയിരുന്നു, ബുദ്ധിയില്ലാത്തവര് എണ്ണ കരുതിയിരുന്നില്ല. കഥ നിങ്ങൾക്ക് പരിചിതമായതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. അപ്പൊ അവിടെയും നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ്. യേശു കർത്താവിന്റെ ഉപമകൾ സംബന്ധിച്ച് ഉപമകളിൽ മിക്കവയും രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ സുവിശേഷങ്ങളാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങൾക്ക് ഒരു പൊതുവായിട്ടൊരു പേരുണ്ട്. എന്താണ് പറയുന്നത്? സമവീക്ഷണ സുവിശേഷങ്ങൾ അഥവാ സിനോപ്റ്റിക് ഗോസ്പൽസ്. മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്ന് ഈ 3 സിനോപ്റ്റിക് ഗോസ്പൽസിലാണ് ഉപമകളിൽ മിക്കവയും രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു ജോൺ, അതിലും ചില ഉപമകളുണ്ട്, ചുരുക്കമായിട്ടെങ്കിലും. 15-ാം അധ്യായത്തിൽ മുന്തിരിവള്ളിയും കൊമ്പുകളും എന്ന ഉപമ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകും, നിങ്ങൾ കൊമ്പുകളാണ്, എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്ന് പറയുന്നിടത്ത് അവിടെ മുന്തിരിവള്ളിയും കൊമ്പുകളും എന്ന ഉപമ. മറ്റൊരു ഉപമ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ഓർമ്മ വരുന്നെങ്കിൽ. 10-ാം അധ്യായത്തിൽ യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നല്ല ഇടയനും ആടുകളും എന്ന ഉപമ. നല്ല ഇടയനും ആടുകളും എന്ന ഉപമ. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിലും ചില ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. യേശു പറഞ്ഞിട്ടുള്ള ഉപമകളെ കുറിച്ചായിരുന്നു നാം ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. ദ പാരബിൾസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിന്റെ ഉപമകൾ. ദ പാരബിൾസ് ഓഫ് ഗോഡ്സ് മേഴ്സി ആൻഡ് ഫർഗിവ്നെസ്, ദൈവത്തിന്റെ കരുണ, ക്ഷമ എന്നിവയെ കുറിച്ചുള്ള ഉപമകൾ. ദ പാരബിൾസ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വത്തിന്റെ ഉപമകൾ. ദ പാരബിൾസ് അബൌട്ട് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ള ഉപമകൾ. ഇങ്ങനെ യേശു പറഞ്ഞിട്ടുള്ള ഉപമകളെ കുറിച്ച് നമ്മൾ പഠിക്കുകയായിരുന്നു. ഇനി യേശുവിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിളംബരമുണ്ട്, വിജ്ഞാപനമുണ്ട്. ദ നസ്രേത്ത് മാനിഫെസ്റ്റോ, നസ്രേത്ത് വിജ്ഞാപനം. ആ വിഷയമാണ് ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ദ നസ്രേത്ത് മാനിഫെസ്റ്റോ, ദ നസ്രേത്ത് മാനിഫെസ്റ്റോ, നസ്രേത്ത് വിജ്ഞാപനം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം കാണുന്ന ഈ പ്രഖ്യാപനം, അവിടെ നമ്മൾ കാണുന്നത് യേശു നസ്രേത്തിലെ പള്ളിയിൽ വെച്ച് നടത്തുന്ന ഒരു വിളംബരമാണ്. അപ്പോൾ പള്ളിയിലെ സാധാരണ യഹൂദന്മാരുടെ, ജൂയിഷ് സിനഗോഗുകളിലെ ആരാധനയുടെ ഒരു നിർദ്ദിഷ്ട ക്രമമുണ്ട്. ജൂയിഷ് സിനഗോഗുകളിലെ പൊതു ആരാധനയുടെ നിർദ്ദിഷ്ട ക്രമം, അത് ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്തുകൊള്ളുക. സാധാരണ അവരുടെ പൊതു ആരാധനയുടെ നിർദ്ദിഷ്ട ക്രമം അതൊന്ന് അറിഞ്ഞ ശേഷം നമ്മൾക്ക്
ആ നസ്രയത്ത് വിജ്ഞാപനത്തിന്റെ പശ്ചാത്തലവും തുറന്ന് ആ വിജ്ഞാപനത്തെ കുറിച്ച് പഠിക്കാം. ഒന്നാമത് ദൈവാനുഗ്രഹത്തിനായുള്ള ഒരു പ്രാരംഭ പ്രാർത്ഥനയുണ്ട് അവർക്ക്. ദൈവാനുഗ്രഹത്തിനായുള്ള പ്രാരംഭ പ്രാർത്ഥന. 2, ക്ഷേമ എന്ന എബ്രായ ഭാഷയിൽ പറയും. ക്ഷേമ ഡ്യൂട്രോണമി 6:4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന, ഡ്യൂട്രോണമി 6 ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന, ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. ഇത് അവരുടെ ആരാധനയ്ക്ക് എന്നും എപ്പോഴും പറയുന്നതാണ് ക്ഷേമ. ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇത് എബ്രായ ഭാഷയിൽ ചേർന്ന് ചൊല്ലും. ക്ഷേമ, ധർമ്മസമ്മതം അല്ലെങ്കിൽ ക്ഷേമ അവര് എബ്രായ ഭാഷയിൽ തന്നെ അവർ ചേർന്ന് ചൊല്ലും. തുടർന്ന് അമീദ എന്ന് പറയും. അവരുടെ ഒരു പ്രാർത്ഥനയാണ്, സെൻട്രൽ പ്രയർ. അമിത, സെൻട്രൽ പ്രയർ. എബ്രായ ഭാഷയിൽ അതിന് അമിത എന്ന് പറയും. ഒരു പ്രാർത്ഥന. അടുത്തതായിട്ട് 4-ാമത് ദ ലോ അല്ലെങ്കിൽ തോറ, ന്യായപ്രമാണ പുസ്തകം, അല്ലെങ്കിൽ ദ പ്രോഫറ്റ്സ്, നബീവിം, പ്രവചന പുസ്തകങ്ങൾ. ഇതിൽ നിന്നൊരു നിർദ്ദിഷ്ട ഭാഗം വായിച്ചിട്ട് അതിന്റെ അർത്ഥം സാധാരണ ജനത്തിന് മനസ്സിലാകേണ്ടതിന് അരമായിക്ക് ഭാഷയിൽ വിവരിക്കും. തോറയിൽ നിന്നോ നബീവിം എന്ന് പറയുന്ന പ്രവചന പുസ്തകങ്ങളിൽ നിന്നോ ഒരു നിർദ്ദിഷ്ട ഭാഗം വായിച്ച് അതിന്റെ അർത്ഥം സാധാരണ ജനത്തിന് മനസ്സിലാകേണ്ടതിന് അരമായിക്ക് ഭാഷയിൽ വിവരിക്കും. തുടർന്ന് റബ്ബിമാരിൽ ഒരാള് പ്രസംഗിക്കും. നമുക്കറിയാം, ഉദാഹരണത്തിന് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 13-ന്റെ 14 മുതൽ 16 വരെയുള്ള വചനഭാഗം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന പൗലോസും കൂടെയുള്ളവരും പെർഗയിൽ നിന്ന് പുറപ്പെട്ട് പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിലെത്തി ശബത്ത് നാളിൽ പള്ളിയിൽ ചെന്ന് ഇരുന്നു. പള്ളി എന്ന് പറയുന്നത് യെരുശലേം ദൈവാലയമല്ല, പിസിദ്യ ദേശത്തെ അന്ത്യോക്യയിലുള്ള സിനഗോഗ്. ആ പള്ളിയിൽ നിന്ന് അവിടെ പരിഭാഷ ചെയ്തിരിക്കുന്ന സിനഗോഗാണ്. അപ്പം ശബത്ത് നാളിൽ പള്ളിയിൽ ചെന്നിരുന്നു. ന്യായപ്രമാണവും പ്രവാചകങ്ങളും വായിച്ചു തീർന്നപ്പോൾ പള്ളിപ്രമാണികൾ അവരുടെ അടുക്കൽ ആളയച്ച്, സഹോദരന്മാരെ, നിങ്ങൾക്ക് ജനത്തോട് പ്രബോധനം വല്ലതുമുണ്ടെങ്കിൽ പറവീൻ എന്ന് പറയിച്ചു. പള്ളിപ്രമാണികള് പൗലോസിനോടും കൂടെയുള്ളവരോടും പറയുകയാണ്, നിങ്ങൾക്ക് ജനത്തോട് വല്ല പ്രബോധനവും പറയുവാനുണ്ടെങ്കിൽ പറവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസ് എഴുന്നേറ്റ് ആംഗ്യം കാട്ടി പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരുമായുള്ളവരെ കേൾപ്പീൻ എന്ന് തുടങ്ങി പൗലോസ് സംസാരിക്കുന്നു. ഇങ്ങനെ റബ്ബിമാരിൽ ഒരാള് പ്രസംഗിക്കും. ഇതുപോലെയാണ് നമ്മുടെ കർത്താവ് നസ്രയത്തിലെ പള്ളിയിൽ ചെയ്തത്. ഇത്രയും കഴിഞ്ഞതിന് ശേഷം മൂപ്പന്മാരിൽ ഒരാളെ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് സിനഗോഗിലെ യോഗം അവസാനിക്കും. ഒടുവിലായിട്ട് മൂപ്പന്മാരിൽ ഒരാളെ പ്രാർത്ഥിച്ച് ആശീർവദിച്ച് സിനഗോഗിലെ യോഗം അവസാനിക്കും. അപ്പം ഇതിൽ ഈ 4-ാമത് നമ്മൾ കണ്ടല്ലോ, തോറയിൽ നിന്നോ പ്രവചന പുസ്തകങ്ങളിൽ നിന്നോ നിർദ്ദിഷ്ട ഭാഗം വായിച്ച് അതിന്റെ അർത്ഥം സാധാരണ ജനത്തിന് മനസ്സിലാകും വിധം പറയുക. അത് കഴിഞ്ഞ് റബ്ബിമാരിൽ ഒരാളെ പ്രസംഗിക്കുക. ആ ജോലിയാണ് യേശു നസ്രയത്തിലെ പള്ളിയിൽ വെച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ്. ലൂക്കോസ് 4-ാം അധ്യായത്തിൽ യേശുവിനെ നമ്മൾ കാണുന്നുണ്ട്. യേശുവിനെ പിശാച് പരീക്ഷിച്ച സംഭവം രേഖപ്പെടുത്തിയതിന് തൊട്ടടുത്തായിട്ട് 13-14 വാക്യങ്ങൾ, ലൂക്കോസ് 4:13-14. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. യെരുശലേമിൽ നിന്നും യേശു, അല്ലെങ്കിൽ യഹൂദ്യ ദേശത്ത് നിന്നും യേശു ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു എന്ന് കാണുന്നു. യേശുവിന്റെ ശ്രുതി, യേശു ചെയ്ത വീരപ്രവർത്തികളൊക്കെ ചുറ്റുമുള്ള ദേശങ്ങളിലൊക്കെ പരന്നു. പരീക്ഷകൾക്ക് ശേഷം യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നിരിക്കുന്നു.
അങ്ങനെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നപ്പോഴായിരിക്കും യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ യേശു കാനാവിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കിയ സംഭവം നടന്നിരിക്കുന്നത്. കാനാവ് എന്ന് പറയുന്നത് ഗലീലയിലാണല്ലോ. ഗലീലയിലെ കാനാവിൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുന്ന ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണത്തിന് യേശു പങ്കെടുത്തു. അവിടെ വെള്ളത്തെ വീഞ്ഞാക്കി. അപ്പോൾ അന്നു മുതൽ യേശു ചെയ്ത നിരവധി വീര്യപ്രവർത്തികൾ ഗലീലക്കാർ കണ്ടിരുന്നു. കൂടാതെ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 2-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പെസഹ പെരുന്നാളിൽ യെരൂശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. ആ കൂട്ടത്തിൽ ഗലീലയിൽ നിന്നുള്ളവരും ഉണ്ടായിരുന്നുവെന്ന് യോഹന്നാൻ 4:45 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. യോഹന്നാൻ 4:45 വായിക്കുമ്പോൾ ആ 2-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, യോഹന്നാന്റെ സുവിശേഷം 2:23, അവിടെ നമ്മൾ കാണുന്നു, പെസഹ പെരുന്നാളിൽ യേശു യെരൂശലേമിൽ ഇരിക്കുമ്പോൾ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. 4:45 അവൻ ഗലീലയിൽ എത്തിയപ്പോൾ ഗലീലക്കാർ തങ്ങളും പെരുന്നാളിന് പോയി അവൻ യെരൂശലേമിൽ വെച്ച് പെരുന്നാളിൽ ചെയ്തതൊക്കെയും കണ്ടതുകൊണ്ട് അവനെ അംഗീകരിച്ചു. ശ്രദ്ധിക്കണേ. അപ്പം 2:23 പറയുന്നു, യെരൂശലേമിൽ അനേകര് വിശ്വസിച്ചു എന്ന് പറയുന്ന കൂട്ടത്തിൽ ഗലീലയിൽ നിന്നുള്ള ചിലരും ഉണ്ടായിരുന്നു. ഇപ്പോൾ യേശു നസ്രത്തിൽ ഗലീലയിലാണ്. പരീക്ഷകൾക്ക് ശേഷം ഗലീലയിലേക്ക് പോയ യേശു പെസഹ സമീപമായതുകൊണ്ട് യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. 2:12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളത് കാണുന്നുണ്ട്. ഗലീല കാനാവിൽ വെള്ളത്തെ വീഞ്ഞാക്കിയതിന് ശേഷം നമ്മൾ കാണുന്ന 12-13 വാക്യങ്ങൾ കാണുന്നുണ്ട്. യേശു വീണ്ടും യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. അങ്ങനെ യെരൂശലേമിൽ പാർത്ത് വീര്യപ്രവർത്തികൾ ചെയ്യുകയും അത് കാണുകയും കേൾക്കുകയും ചെയ്തവർ ചുറ്റുമുള്ള നാട്ടിലൊക്കെയും യേശു പ്രവർത്തിച്ചതായ വീര്യപ്രവർത്തികൾ സംബന്ധിച്ച് പറഞ്ഞത് നിമിത്തമാണ് നമ്മൾ കാണുന്നത് അവനെക്കുറിച്ചുള്ള ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരക്കുവാനിടയായി. ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ എന്റെ കൂടെ ഉണ്ടല്ലോ നിങ്ങൾ? എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഉണ്ട് സാർ. അപ്പോൾ യേശു നസ്രേത്തിലെ പള്ളിയിൽ പ്രസംഗിക്കുന്നതിന് മുമ്പ് താൻ വളർന്ന ഗലീലയിലെ നസ്രേത്തിലെ പള്ളിയിൽ പ്രസംഗിക്കുന്നതിന് മുൻപ് തന്നെ താൻ വളർന്ന ഗലീലയിലെ നസ്രേത്തിലും യേശു ചെയ്തു വന്നിരുന്ന വീര്യപ്രവൃത്തികളെ കുറിച്ചുള്ള ശ്രുതി പരന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ താൻ പള്ളിയിൽ പ്രസംഗിക്കുക എന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണെന്ന് ഓർക്കണം. നസ്രേത്തിലെ പള്ളിയിൽ പ്രസംഗിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. അപ്പോൾ യേശു ചെയ്ത വീര്യപ്രവർത്തികൾ, ഗലീലയിലെ കാനാവിൽ വെള്ളത്തെ വീഞ്ഞാക്കിയത് തുടങ്ങി യെരൂശലേമിൽ താൻ മടങ്ങി ചെന്നിട്ട് അവിടെ പ്രവർത്തിച്ച വീര്യപ്രവർത്തികളും, അവിടെ യെരൂശലേമിൽ അനേകർ വിശ്വസിച്ചു, അത് ഗലീലക്കാരായ പലരും കണ്ടിരുന്നു. അങ്ങനെ യഹൂദിയയിലും ഗലീലയിലും എല്ലാം യേശുവിനെ കുറിച്ചുള്ള ശ്രുതി പരന്നു. ഇനി ലൂക്കോസ് 4:20 വന്നേ. 4:20 പറയുകയാണ്, പള്ളിയിലുള്ളവർ 4:20 വായിച്ച് അവിടെ എന്താണ്? അവരുടെ എല്ലാം. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവൻകൾ പതിഞ്ഞിരുന്നു. അവൻ അവരോട്, പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവൻകൾ പതിഞ്ഞിരുന്നു. എല്ലാവരും പ്രതീക്ഷയോടെ നോക്കിയിരിക്കുക. ഇത്രയധികം വീര്യപ്രവർത്തികൾ ചെയ്തിരിക്കുന്ന ഇവനായിരിക്കും വരുവാനുള്ള മെശിഹ എന്ന പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നസ്രേത്ത് വിജ്ഞാപനം നടക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ്. അത് ആരംഭിക്കുമ്പോൾ തന്നെ 2 കാര്യങ്ങളാണ് ഈ നസ്രേത്ത് വിജ്ഞാപനത്തിൽ പ്രധാനമായിട്ട് എംഫസൈസ് ചെയ്യുന്ന 2 കാര്യങ്ങൾ യേശു കർത്താവ് വിജ്ഞാപനം നടത്തുന്നത്. ഒന്ന്, യേശുവാണ് മിശിഹ, യേശു തന്നെയാകുന്നു ക്രിസ്തു. രണ്ടാമത്തെ പ്രഖ്യാപനം, ജാതികൾക്ക്, യഹൂദന് മാത്രമല്ല ജാതികൾക്കും രക്ഷ ദാനമായി നൽകും, സൗജന്യമായി നൽകും. ഈ 2 കാര്യങ്ങളാണ് നസ്രേത്ത് വിജ്ഞാപനത്തിന്റെ കീ പോയിന്റ്സ്. ശ്രദ്ധിക്കണം.
ലൂക്കോസ് 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തില് നമ്മളത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ വളർന്ന നസ്രയത്തിൽ വന്നു, ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. പതിവ് പോലെ പള്ളിയിൽ ചെന്നു, വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കിൽ പതിഞ്ഞിരുന്നു. ശ്രദ്ധിക്കുക, അവൻ വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു, പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. ദാറ്റ് വാസ് എ റബ്ബിനിക്കൽ എറ്റിക്കറ്റ്. ദാറ്റ് വാസ് എ റബ്ബിനിക്കൽ എറ്റിക്കറ്റ്. തിരുവഴുത്തിനോടുള്ള ആദരവ് മൂലം അത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് വായിക്കുക എന്നതും, തിരുവഴുത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഇരുന്നു കൊണ്ട് പഠിപ്പിക്കുക എന്നതും റബ്ബിമാർ പുലർത്തി വന്നിരുന്ന പെരുമാറ്റ രീതിയായിരുന്നു. തിരുവഴുത്ത് നമുക്കറിയാം. എസ്രാ ശാസ്ത്രി ന്യായപ്രമാണം വായിക്കുമ്പോൾ ജനമെല്ലാം നിന്നുകൊണ്ട് കേൾക്കുക. വായിക്കുന്നവനും നിൽക്കുക, കേൾക്കുന്നവരും നിൽക്കുകയാണ്. നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അതുപോലെ ന്യായപ്രമാണം കയ്യിലേന്തുമ്പോൾ അതിനോടുള്ള ബഹുമാനാർത്ഥം നിന്നുകൊണ്ട് വായിക്കുക. ദൈവവചനത്തോടുള്ള ബഹുമാനം ഈ തലമുറയ്ക്ക് ഇന്ന് ഏറ്റവും അനാദരവുള്ളത് ദൈവവചനത്തോടാണ്. മറ്റെന്തിനും അവർക്ക് സമയമുണ്ട്. ദൈവവചനം വായിക്കുവാൻ, ദൈവവചനം പഠിക്കുവാൻ താല്പര്യമില്ലാത്ത ഒരു ജനറേഷനായി മാറിയിരിക്കുക നമ്മുടെ ഈ ജനറേഷൻ. ഏറ്റവും ആദരവോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് ദൈവവചനത്തെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. അപ്പോൾ യേശു വളർന്ന നസ്രയത്തിലെ നസ്രയത്തിൽ വന്നു, ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്നു, വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. 4:16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഓരോ വാക്യങ്ങളായിട്ട് ഞാൻ ഡിസ്പ്ലേ കാണിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, തോറ അല്ലെങ്കിൽ നബീവിം, അതിൽ നിന്നും നിർദ്ദിഷ്ട വചനഭാഗം വായിക്കുക. അപ്പോൾ വായിക്കുവാനായിട്ട് യേശുവിന്റെ കയ്യിൽ കൊടുത്തത് നബീവിം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ് കൊടുത്തത്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. ഞാൻ വരയിട്ടിരിക്കുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. എല്ലാവരും ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ്. പ്രതീക്ഷയോടെ അവരായിരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അപ്പോൾ അടുത്ത നടുക്കുന്ന ഒരു യാഥാർത്ഥ്യം പറയുകയാണ്. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു തുടങ്ങി. ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു തുടങ്ങി. യഹൂദന്റെ പ്രതീക്ഷപ്രകാരം നിവർത്തിയായിട്ടില്ല. അതെന്താണെന്ന് ഞാൻ വിവരിക്കാം. അതിനു മുമ്പേ ഇവിടെ പറഞ്ഞിരിക്കുന്ന 18 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഇംഗ്ലീഷിലൂടെ നോക്കാം. 18 മുതലുള്ള ഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്നത് 4:18 മുതൽ 19 വരെ. The spirit of the Lord is upon me. The spirit of the Lord is upon me. ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. Because he hath anointed me. KJV ആണ്, കിങ് ജെയിംസ് വെർഷനിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. The spirit of the Lord is upon me because he hath anointed me to preach the gospel to the poor. He hath sent me to heal the brokenhearted, to preach deliverance to the captives and recovering of sight to the blind, and to set at liberty them that are bruised, to preach the acceptable year of the Lord. ശ്രദ്ധിക്കണം, അവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന 3 പ്രയോഗങ്ങൾ നിങ്ങൾ നോക്കുക. The spirit of the Lord is upon me. യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു.
He hath anointed me. യഹോവയായ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. He hath sent me. യഹോവയായ കർത്താവിനെ അയച്ചിരിക്കുന്നു. ഇങ്ങനെ താൻ യഹോവയുടെ അഭിഷക്തനാകുന്നു, താനാകുന്നു വരുവാനുള്ള മെഷിഹ, ഇസ്രായേലിന്റെ പ്രതീക്ഷയായിരുന്ന മഷിഹ താനാകുന്നുവെന്ന് നസ്രത്തിലെ പള്ളിയിൽ വെച്ച് യേശു സ്പഷ്ടമായി പ്രഖ്യാപിക്കുകയായിരുന്നു. പിതാവാം ദൈവം തന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്ത് നിയോഗത്തോടെ അയച്ചവനായ മഷിഹ ഞാനാകുന്നു എന്ന വ്യക്തമായ സ്പഷ്ടമായ പ്രഖ്യാപനമായിരുന്നു അത് എന്ന് ഏതൊരു യഹൂദനും മനസ്സിലാകും വിധം യേശു അരുളി ചെയ്യുകയായിരുന്നു. യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു, യഹോവയെ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, യഹോവയായ കർത്താവ് നിയോഗത്തോടെ എന്നെ അയച്ചിരിക്കുന്നു, അയക്കപ്പെട്ടവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ് ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്തിന്റെ നിവർത്തി വന്നിരിക്കുന്നു. ഇതാ നിങ്ങൾ മഷിഹയുടെ മുൻപിലാണ് ഇരിക്കുന്നത്, മഷിഹ ഞാനാകുന്നു എന്നുള്ള പ്രഖ്യാപനം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും വിടുതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. സ്ഥലം കണ്ടു എന്നാണ് അവിടെ കാണുന്നത്. യേശു ആ ഭാഗം കാണുക മാത്രമല്ല, അതവിടെ വായിച്ച് കേൾപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് പറയുന്നത്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്തിന്, ഞാൻ ഈ വായിച്ച തിരുവഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറയുന്നത്. ഒരു പ്രയോഗം അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടുവന്നു. ഇതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനഭാഗമാണ് കർത്താവ് അവിടെ വായിച്ചത്. സെപ്റ്റുജന്റിൽ നിന്നാണ് വായിച്ചത്. പഴയ നിയമത്തിന്റെ ഗ്രീക്ക് പരിഭാഷയായ കർത്താവും അപ്പോസ്തലന്മാരും ഒക്കെ വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നതായ സെപ്റ്റുജന്റിൽ നിന്നും. അതുകൊണ്ടാണ് വാചക ഘടനയിൽ അല്ലെങ്കിൽ ശൈലിയിൽ അല്പം വ്യത്യാസം കാണുന്നത്. ബാക്കി അർത്ഥമെല്ലാം ഒന്ന് തന്നെയാണല്ലോ. അപ്പോൾ ഇവിടെ യെശയ്യാ പറയുകയാണ്, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവയെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. പ്രവചനാത്മാവിൽ യെശയ്യാവ് മഷിഹയെ പറ്റി പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും. ശ്രദ്ധിക്കണം, യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. എന്തോ ഒന്ന് മിസ്സിങ് ഉണ്ടല്ലോ കർത്താവ് നസ്രത്തിൽ പറഞ്ഞപ്പോൾ. എന്താണ് മിസ്സിങ്? പഴയ സ്റ്റുഡൻസ് ഒക്കെ പലതവണ ഞാനിത് പറഞ്ഞു കേട്ടിട്ടുള്ളതാ. എന്താണ് ഒരു മിസ്സിങ് ഉള്ളത്? ദൈവത്തിന്റെ പ്രതികാര ദിവസം പ്രസിദ്ധമാണ്. യഹോവയുടെ കർത്താവിന്റെ, അല്ലെങ്കിൽ യഹോവയുടെ എന്നുള്ളതാണ് സെപ്റ്റുജന്റിൽ നിന്ന് കർത്താവിന്റെ എന്ന് പറഞ്ഞിരിക്കുന്നത്. യഹോവയുടെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു. ഇത്രയും കഴിഞ്ഞു, പുസ്തകം മടക്കി കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, എല്ലാരും പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. വളരെ വീര്യപ്രവർത്തികൾ ചെയ്തവനാണ് ഇവൻ. ഇപ്പൊ റോമക്കാരെ എല്ലാം അങ്ങോട്ട് തീയിറക്കി നശിപ്പിച്ചിട്ട് ഞങ്ങളെ വെടിവെക്കുമെന്നുള്ള പ്രതീക്ഷ, ദൈവത്തിന്റെ പ്രതികാര ദിവസം ഇവൻ മൂലം ഇപ്പം വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോ പുസ്തകം മടക്കി കൊടുത്തിട്ട് പറയുക, നമ്മുടെ ദൈവത്തിന്റെ യഹോവയുടെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുക, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു. ആ വചനഭാഗത്തിൽ യെശയ്യാവ് പറഞ്ഞിരിക്കുന്ന എന്താണ്? യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. യേശു കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് വായിച്ച ശേഷം തുറന്നു വായിക്കാതെ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് കൊടുത്തിട്ടിരുന്നു. അവിടെ കൂടിയിരുന്ന ജനത്തിന് യേശുവിനെ കുറിച്ച് വളരെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു.
അവർ യേശു ചെയ്ത വീര്യപ്രവർത്തികൾ, ഞാനതാ എന്റെ പശ്ചാത്തലം പറഞ്ഞത്, യേശു ചെയ്ത വീര്യപ്രവർത്തികൾ കാണുകയും അത് സംബന്ധിച്ച് കേൾക്കുകയും ചെയ്തവരായിരുന്നു. ഇവൻ തങ്ങളുടെ മശിഹ ആയിരിക്കുമെന്ന് അവർക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു. യെശയ്യാ പ്രവാചകനിലൂടെ മശിഹയെ സംബന്ധിച്ച് അരുളി ചെയ്തിരുന്ന വചനഭാഗം വായിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ ഉദ്വേഗവും ഉത്സാഹവും വർദ്ധിച്ചിരിക്കണം. എന്നാൽ അവർ ആഗ്രഹിച്ചതുപോലെ മെശിഹ വന്ന് തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം നടത്തുകയും തങ്ങളെ ആശ്വസിപ്പിക്കുകയും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുക്കുമെന്ന ഭാഗം വായിക്കാതിരുന്നത് നിമിത്തം ഇപ്പൊ ജനം പ്രകോപിതരായി. സിയോനിലെ ദുഃഖിതന്മാരെന്ന് പറയുന്നത് പ്രയോഗം നൂറ്റാണ്ടുകളായി അടിമത്വത്തിലായിരിക്കുന്ന യഹൂദന്മാരെ സൂചിപ്പിക്കുന്നതാണ്. യഹൂദന്മാർ അടിമത്വത്തിലാണ്. ബാബേൽ പ്രവാസകാലം തുടങ്ങി അവർ അടിമത്വത്തിലാണ്. ബാബിലോണിയരുടെ പ്രവാസം കഴിഞ്ഞപ്പോൾ മേദ്യ പെർഷ്യരുടെ കീഴിലാണ്. അവർക്ക് അല്പം സ്വാതന്ത്ര്യമൊക്കെ കോരശ് രാജാവിന്റെ സമയത്ത് വന്നുവെങ്കിലും അവര് അടിമതുകത്തിന് കീഴിലാണ്. അത് കഴിഞ്ഞ് മേദ്യ പെർഷ്യർ കഴിഞ്ഞപ്പോൾ ഇത് വന്നു, യവനന്മാർ വന്നു, അലക്സാണ്ടറുടെ നേതൃത്വത്തിലുള്ള യവനന്മാർ വന്നു. പിന്നെ യവനന്മാർ അലക്സാണ്ടറുടെ പിൻഗാമികളായ സെലൂക്യരും ടോളമിമാരും തമ്മിൽ അവരുടെ മത്സരത്തിലും ബലിയാടുകളായത് ഇവരാണ്. അവരപ്പോൾ അടിമത്വത്തിലാണ്. പിന്നീട് റോമക്കാർ വന്നു. അടിമനുഖത്തിന്റെ കീഴിലാണ് ഇവരിപ്പോൾ. സിയോനിലെ ദുഃഖിതന്മാർ, നൂറ്റാണ്ടുകളായി അടിമത്വത്തിലായിരിക്കുന്ന യഹൂദന്മാർ, കർത്താവിന്റെ പരസ്യ ശുശ്രൂഷാകാലത്ത് അവർ റോമാക്കാർ അടക്കി ഭരിക്കുകയാണ് അവരെ. അവർ വെണ്ണീറിൽ കിടക്കുന്നു എന്ന പോലെയായിരുന്നു. അപ്പോൾ അവർ വിഷണ്ണ മനസ്സിലുള്ളവരായിരുന്നു. അവർക്ക് വേണ്ടിയത് തങ്ങളുടെ ശത്രുക്കളോട് ദൈവം പ്രതികാരം നടത്തണം. തങ്ങളുടെ ദുഃഖം മാറി ആശ്വാസം നൽകണം. വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വേണം. വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട വേണം. അതെല്ലാം കൊടുക്കുന്ന ഒരു മെശിഹയാണ് അവർ പ്രതീക്ഷിച്ചത്. യഹോവയുടെ പ്രതികാര ദിവസം എന്ന് തുടങ്ങുന്ന ഭാഗം യേശു വായിക്കാതെ ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ അവർ പ്രകോപിതരായി. അടുത്തതായി കാണുന്നത് അവർ പറയുന്നത് എന്താണ്? ഇവൻ യോസഫിന്റെ മകനല്ലേ? അല്ലേ? അവർ ചോദിക്കുന്നത് എന്താണ്? ഇവൻ യോസഫിന്റെ മകനല്ലേ? 22-ാം വാക്യം എന്താണ്? 22-ാം വാക്യം, എല്ലാവരും അവനെ പുകഴ്ത്തി അവന്റെ വായിൽ നിന്നും പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസഫിന്റെ മകനല്ലയോ എന്ന് പറഞ്ഞു. എല്ലാവരും അവരെ പുകഴ്ത്തി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ തോന്നുന്നത് യേശുവിനെ പുകഴ്ത്തി പറഞ്ഞു എന്നാണ്. എന്നാൽ അതിന്റെ ശരിയായ പരിഭാഷ എന്താണെന്നുള്ളത് KJV ബൈബിൾ നോക്കിയാൽ മതി. കിങ് ജെയിംസ് വെർഷനിൽ അതിന്റെ ശരിയായ പരിഭാഷ കൊടുത്തിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് all bore him witness and wondered at the gracious words which proceeded out of his mouth. And they said, is not this Joseph's son? All bore him witness and wondered at the gracious words which proceeded out of his mouth. And they said, is not this Joseph's son? എല്ലാവരും അവന് സാക്ഷ്യം പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും അവനെ പൊഴുത്തിന്നൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ KJV ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്ത് വായിച്ചു നോക്കിയാൽ, അല്ലെ ഇന്റർനെറ്റ് KJV ബൈബിൾ അടിച്ചിട്ട് നോക്കിയാൽ മതി. ഗ്രീക്ക് ഇന്റർലൈനിയർ ബൈബിൾ ഉള്ളവർ അതെടുത്ത് നോക്കിയാൽ മതി. അവിടെ പറയും എല്ലാവരും അവന് സാക്ഷ്യം പറഞ്ഞു. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകളെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. അവൻ യോസഫിന്റെ മകനല്ലയോ എന്ന് അവർ പറഞ്ഞു. കുറ്റപ്പെടുത്തുകയാണ്. മശിഹ എന്നും പറഞ്ഞ് വന്നിരിക്കുകയാണ്. ഇപ്പൊ അവർ പറയുകയാണ്, അവർക്ക് ഇഷ്ടമല്ലാത്തത് പറയാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചത് പറയാതിരുന്നപ്പോൾ പറയുകയാണ്, ഇവൻ എന്തായാലും ആ തച്ചന്റെ മോനല്ലേ, ഇവനാണോ മശിഹ? ഇവിടെ പറയുന്നത് സാക്ഷിയാകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാക്ഷികൾ എന്ന് പറയുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണമെന്നില്ല. സാക്ഷി വാദിക്ക് വേണ്ടിയും പ്രതിക്ക് വേണ്ടിയും സാക്ഷിയാകാം. ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം, മത്തായി 23-ന്റെ ആരെങ്കിലും എടുത്തെങ്കിൽ വായിക്കാം. മത്തായി 23-ന്റെ 29 മുതൽ 33 വരെയുള്ള ഭാഗം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാകാഷ്ടം. നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകളെ പണിതും നീതിമാന്മാരുടെ കല്ലറകളെ അലങ്കരിച്ചും കൊണ്ട് ഞങ്ങൾ പിതാക്കന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ പ്രവാചകന്മാരെ കൊല്ലുന്നതിൽ കൂട്ടാളികൾ ആകെയില്ലായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ കൊന്നവരുടെ മക്കൾ എന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യം പറയുന്നുവല്ലോ. പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിപ്പിച്ചുകൊള്ളുവിൻ. പാമ്പുകളെ, സർപ്പസന്തതികളെ, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും?
നോക്കെ ഇവിടെ കർത്താവ് പരീക്ഷന്മാരോട് പറയുകയാണ്, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം. പണ്ട് അവരുടെ പിതാക്കന്മാര് യഹോവയുടെ പ്രവാചകന്മാർ പലരെയും കൊല ചെയ്തു. കാരണം പ്രവാചകന്മാർ അവരുടെ പിതാക്കന്മാരുടെ ദുഷ്ടതയെ, അവരുടെ പാപങ്ങളെ വെളിപ്പെടുത്തിയിരുന്നത് നിമിത്തം, പ്രവാചകന്മാർ അവരുടെ പിതാക്കന്മാരുടെ ദുഷ്ടതയെ, അവരുടെ പാപങ്ങളെ വെളിപ്പെടുത്തിയത് നിമിത്തം അവരുടെ പിതാക്കന്മാർ നീതിമാന്മാരായ പ്രവാചകന്മാരെ ക്രൂരമായി കൊല ചെയ്തു. ഇപ്പോൾ അവർ തങ്ങളുടെ പിതാക്കന്മാർ കൊല ചെയ്തവരായ പ്രവാചകന്മാരുടെ കല്ലറകളെ പണിയുന്നു. തങ്ങളുടെ പിതാക്കന്മാർ കൊല ചെയ്തവരായ പ്രവാചകന്മാരുടെ കല്ലറകളെ പണിതുകൊണ്ട് ആ പ്രവാചകന്മാർ നീതിമാന്മാരായിരുന്നു എന്ന് വാഴ്ത്തിപ്പറഞ്ഞ് പ്രവാചകന്മാരുടെ കല്ലറകളെ അലങ്കരിച്ചുകൊണ്ട് അവരെ കൊന്നവരായ തങ്ങളുടെ പിതാക്കന്മാർ ചെയ്തു പോയത് തെറ്റാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ അവർ പ്രവാചകന്മാരെ കൊന്നവരുടെ മക്കളെന്ന് തങ്ങൾക്ക് വിരോധമായി സാക്ഷ്യം പറയുന്നു. അതല്ലേ കർത്താവോടെ പറയുന്നത്? അങ്ങനെയല്ലേ പറയുന്നത്? 31-ാം വാക്യത്തിൽ അതല്ലേ പറയുന്നത്? നിങ്ങൾ പ്രവാചകന്മാരെ കൊന്നവരുടെ മക്കളെന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യം പറയുന്നുവല്ലോ. അവരുടെ പ്രവർത്തികളാൽ തങ്ങൾക്ക് വിരോധമായി സ്വയം സാക്ഷ്യം പറയുന്നുവെന്ന് കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം സാക്ഷ്യം പറയുന്നത് പാതിക്ക് വേണ്ടി പ്രതിക്ക് വേണ്ടി പറയാം. ഇവിടെ പറയുന്നു ഓൾ ബോർ ഹിം വിറ്റ്നസ്, എല്ലാവരും അവന് സാക്ഷികളായി. യഹൂദന്മാർ യേശുവിന് വിരോധമായി സാക്ഷ്യം പറഞ്ഞു. യേശുവിന് വിരോധമായി പറയുകയാണ്, കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് യേശു വായിച്ചു നിർത്തുമ്പോൾ ഇവൻ ലാവണ്യവാക്കുകൾ മാത്രം പറയുന്നു എന്ന് പറഞ്ഞ് അവർ ആശ്ചര്യപ്പെടുകയാണ്. ഇവൻ ലാവണ്യവാക്കുകൾ മാത്രം പറയുന്നു എന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെടുന്നു. അവർക്ക് കേൾക്കുവാൻ താല്പര്യം കർത്താവിന്റെ പ്രസാദവർഷമല്ല, ഗ്രേഷ്യസ് വേർഡ്സ് അഥവാ ലാവണ്യവാക്കുകൾ മാത്രമല്ല. അവർ പ്രതീക്ഷിക്കുന്ന മെശിഹ തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നവനാണ്. തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നവനാണ് തങ്ങളുടെ മെശിഹ. അതുകൊണ്ട് നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസത്തെക്കുറിച്ച് കേൾക്കുവാൻ അവർ വെമ്പൽ കൊണ്ടു. യേശു അതേപ്പറ്റി ഒന്നും പറയുന്നില്ല. 4:23 മുതൽ കാണുന്ന വചനഭാഗങ്ങൾ ഈ ആശയം കുറെ കൂടെ വ്യക്തമാക്കും. 23 മുതലുള്ള വചനഭാഗം വായിക്കുമ്പോൾ അവിടെ അവനവരോട് വൈദ്യ നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ള പഴഞ്ചൊല്ലും കവർന്നഹൂമിൽ ഉണ്ടായി കേട്ടതെല്ലാം ഈ നിന്റെ പിതൃഭവനത്തിലും ചെയ്യുക എന്ന് നിങ്ങൾ എന്നോട് പറയും നിശ്ചയം. ഒരു പ്രവാചകനും തന്റെ പിതൃനഗരത്തിൽ സമ്മതനല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവരുടെ ഇടയിൽ പറയുകയാണ്, ആ പറച്ചില് യേശു അറിഞ്ഞിട്ട് പറയുകയാണ്, വൈദ്യ നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ള പഴഞ്ചൊല്ലും കവർന്നഹൂമിൽ ഉണ്ടായി കേട്ടതല്ല ഈ പിതൃനഗരത്തിലും ചെയ്യുക. നീ കവർന്നഹൂമിൽ ഏതാണ്ടൊക്കെ ചെയ്തല്ലോ. യേശു കവർന്നഹൂമിൽ നിരവധി വീര്യപ്രവർത്തികൾ ചെയ്തിരുന്നു. കവർന്നഹൂമിലെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. യേശു ആ മനുഷ്യനിലെ അശുദ്ധാത്മാവിനെ ശാസിച്ച് അതിനെ ആ മനുഷ്യനിൽ നിന്ന് വിടുവിച്ച് ആ മനുഷ്യനെ സൗഖ്യമാക്കിയിരുന്നു. ആ വാർത്ത ഗലീല നാട്ടിലെങ്ങും പരന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 1-21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ആ സംഭവം പറയുന്നുണ്ട്. മർക്കോസ് 1:21 മുതൽ 28 വരെ. അപ്പൊ കവർന്നഹൂമിലെ പള്ളിയിൽ ഒരുത്തനെ അശുദ്ധാത്മാ ബാധിച്ചവനെ സൗഖ്യമാക്കിയത്. ഇനി മർക്കോസ് 2-ാം അധ്യായത്തിൽ വരുമ്പോൾ കവർന്നഹൂമിൽ നടന്ന വളരെ പ്രസിദ്ധമായ മറ്റൊരു വീര്യപ്രവൃത്തി കാണുന്നുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നതാണ്. യേശു ഒരു വീട്ടിലുണ്ടായിരുന്നപ്പോൾ അവിടെ 4 ആൾ പക്ഷപാതക്കാരനായ ഒരുവനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുര പൊളിച്ച് തുറന്ന് പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകാ എന്ന് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ നസ്രേത്തിലെ പള്ളിയിൽ കൂടിയിരുന്നവർ യേശു കഫർന്നഹൂമിൽ അനേകരെ സൗഖ്യമാക്കിയ സംഭവങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞവരായിരുന്നു. കഫർന്നഹൂമിലെ പള്ളിയിൽ ഒരുത്തനെ സൗഖ്യമാക്കിയതും ഒരു വീട്ടിൽ വെച്ച്
കിടക്കയോടെ കൊണ്ട് ഇറക്കി വെച്ചവനെ സൗഖ്യമാക്കി എഴുന്നേൽപ്പിച്ച് കിടത്തി എല്ലാം കണ്ടതാണ്. അവരിപ്പോ പറയുകയാണ്, വൈദ്യ നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ള പഴഞ്ചൊല്ലും കവർന്നഭൂമിൽ ഉണ്ടായി കേട്ടതല്ല, ഈ നിന്റെ പിതൃഭവനത്തിലും ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ എന്നോട് പറയും നിശ്ചയം യേശു പറയുന്നു. നീ മഹാനാകുന്നു എങ്കിൽ നിനക്ക് വീരപ്രവർത്തികൾ ചെയ്യുവാൻ കഴിയുമെങ്കിൽ ഇവിടെ നിന്റെ പിതൃനഗരത്തിലും അവ ചെയ്യുക എന്നവർ യേശുവിനെ പരിഹസിച്ചു പറയും എന്ന് കർത്താവ് അവരോട് പറഞ്ഞു. അവർ പ്രതീക്ഷിച്ചത് അവരോട് അരുളി ചെയ്യാതിരുന്നത് നിമിത്തം, അവർ പ്രതീക്ഷിച്ചത് എന്താണ്? പ്രതികാര ദിവസം. അത് അരുളി ചെയ്യാതിരുന്നത് നിമിത്തം അവർ യേശുവിനെ മെശിഹ ആണെന്ന് അംഗീകരിക്കാൻ വിമുഖത കാട്ടി. ആവർത്തന പുസ്തകം 18:15 മോശ അവരോട് പറയുന്നത്. ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി 18:15, നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും, അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. അങ്ങനെ മോശ അവരുടെ പിതാക്കന്മാരോട് അറിയിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു വരുന്ന പ്രവാചകൻ അവരെ തങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് വീണ്ടെടുത്ത് രക്ഷിക്കുമെന്ന് പ്രതീക്ഷിച്ച് അവർ തലമുറകളായി കാത്തിരിക്കുകയായിരുന്നു. മോശ അവരോട് അറിയിച്ചതായ ആ പ്രവാചകൻ യേശു ആയിരുന്നു ആ പ്രവാചകൻ. എന്നാൽ അവരുടെ പ്രതീക്ഷ പോലെ യേശു സംസാരിക്കാതിരുന്നത് മൂലം അവർ യേശുവിനെ പ്രവാചകനെ അംഗീകരിക്കുന്നില്ല. യേശു അതറിഞ്ഞിട്ട് അവരോട് 4:24, ഒരു പ്രവാചകനും തന്റെ പിതൃനഗരത്തിൽ സമ്മതനല്ല. യേശു നസ്രത്തുകാരനാണ്, നസ്രത്തിൽ വളർന്ന നസ്രത്തിലെ പള്ളിയിലാണ്. യേശു പറയുക, ഒരു പ്രവാചകനും തന്റെ പിതൃനഗരത്തിൽ സമ്മതനല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പിന്നെ അവർക്ക് ഏറ്റവും കുറെ കൂടെ അസഹിഷ്ണുത ഉണ്ടാക്കുന്ന 2 ചരിത്ര യാഥാർത്ഥ്യങ്ങൾ അതുകൂടെ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. അല്പം സമയം മുന്നോട്ട് പോകുന്നു എന്ന് എനിക്കറിയാമെങ്കിലും അതുകൂടെ തീർന്നില്ലെങ്കിൽ അതിന്റെ കണ്ടിന്യൂറ്റി പോകും. 2 ചരിത്ര യാഥാർത്ഥ്യങ്ങൾ യേശു ചൂണ്ടിക്കാട്ടുകയാണ്. കവർന്നു പോലും ഉണ്ടായി കേട്ടതെല്ലാം നിന്റെ പിതൃഭവനത്തിൽ ചെയ്യുക എന്ന് നിങ്ങൾ എന്നോട് പറയും നിശ്ചയം. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ പ്രവാചകന്മാരെന്ന് അംഗീകരിച്ചിരിക്കുന്ന ഏലിയാവും ഏലീശയുമില്ലേ, അവരെവിടെയാണ് വൻകാര്യങ്ങൾ ചെയ്തത്? നോക്കൂ, തുടർന്ന് എന്താണ് പറയുന്നത്? 25 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച്. 4:25 മുതൽ. ഏലിയാവിന്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞിട്ട് ദേശത്ത് എങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവമാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സാരപ്തയിൽ ഒരു വിധവയുടെ അടുക്കലല്ലാതെ അവരിൽ ആരുടെയും അടുക്കലേക്ക് ഏലിയാവിനെ അയച്ചില്ല. അവണ്ണം എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. സുറിയക്കാരനായ നയമാൻ അല്ലാതെ അവരാരും ശുദ്ധമായില്ല എന്നും അവൻ പറഞ്ഞു. ഇവിടെ 2 സംഭവങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ സംഭവം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ കാണുന്നതാണ്. അവിടെ ഏലിയാവിന്റെ കാലത്ത് 3.5 വർഷം ദേശമെങ്ങും മഞ്ഞുമഴ ഉണ്ടാകാതെ വരൾച്ച ഉണ്ടായി. ഇസ്രായേലിലും സമീപ പ്രദേശങ്ങളിലും മഹാക്ഷാമമുണ്ടായി. ആ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവമാരുണ്ടായിരുന്നുവെങ്കിലും സീദോനിലെ സാരപ്തയിൽ, സീദോൻ ദേശങ്ങൾ എന്ന് പറയുന്നത് ജാതികളുടെ പട്ടണങ്ങളാണ്. സീദോനിലെ സാരപ്തയിൽ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കലേക്ക് ഏലിയാവിനെ ദൈവം അയച്ചില്ല. സീദോൻ ഒരു ജാതികളുടെ ദേശമാണ്. അവിടെ പാർത്തിരുന്ന ഒരു ജാതീയ സ്ത്രീയുടെ അടുക്കലേക്കാണ് സാരപ്തയിലെ വിധവ പ്രവാചകനായി ഏലിയാവിനെ ദൈവം അയച്ചത്. അതുകൊണ്ട് ഏലിയാവിനെ മുഖാന്തരം ആ ക്ഷാമകാലത്തൊക്കെയും ആ വിധവയെയും അവളുടെ മകനെയും ദൈവം പോറ്റി പുലർത്തി. നമുക്കറിയാം, അവളോട് ഒരു അപ്പം ചോദിക്കുന്നതും പിന്നെ അവിടെ കലത്തിലെ മാവ് തീർന്നു പോയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാട്ടും പാടാറുണ്ടല്ലോ. ഇനി 2-ാമത്തെ സംഭവം പറയുന്നത് ഇതാണ്. സുറിയക്കാരനായ നയമാൻ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിൽ എലീശയുടെ കാലത്ത് പറയാണ്, ഇസ്രായേലിലുള്ള കുഷ്ഠരോഗികൾക്കും ആർക്കുമല്ല, അരാമ്യനായ നയമാൻ, സുറിയക്കാരൻ എന്ന് പറയുന്നത് അരാമാണ്, സുറിയ. അരാമ്യനായ നയമാന് മാത്രമാണ് എലീശ പ്രവാചകൻ മുഖാന്തരം ദൈവം സൗഖ്യം നൽകിയത്. നയമാന്റെ പുറമെ ഇവിടെ ഒരാൾക്ക് കുഷ്ഠം പിടിച്ചാരാ, ഗേഹസിക്ക്. അതുപോട്ടെ.
അപ്പം ഗ്യാസിയുടെ കുഷ്ഠം എലീശ സൗഖ്യമാക്കിയതായിട്ടും കാണുന്നില്ലല്ലോ, സൗഖ്യമാക്കിയിട്ടില്ല. മറ്റു പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ഇസ്രായേലിനുമല്ല, ജാതീയ പുരുഷനായിരുന്ന സുറിയക്കാരനായ നയമാന് മാത്രമാണ് ദൈവം സൗഖ്യം നൽകിയത്. സാറപ്തയിലെ വിധവയുടെ വിശ്വാസവും അവളുടെ അനുസരണവും. 1 രാജാക്കന്മാർ 17-ാം അധ്യായം ഇന്നൊന്ന് വായിച്ചു നോക്കണം, അറിയാൻ വയ്യാത്തവർ. നയമാന്റെ കഥ 2 രാജാക്കന്മാർ 5-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കണം. അരാമ്യനായ നയമാന്റെ വിശ്വാസവും അനുസരണവും ജാതികളായിരുന്ന അവർ രണ്ടുപേർക്കും രക്ഷയ്ക്ക് കാരണമായി. ഏലിയാവും എലീശയും അവരുടെ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചതുപോലെ മിശിഹായും ജാതികൾക്ക് രക്ഷ ദാനമായി നൽകും. ഇതായിരുന്നു കർത്താവ് അവരോട് പറഞ്ഞതിന്റെ സാരം. തനിക്കിഷ്ടമുള്ളവർക്ക് താൻ സൗഖ്യം നൽകും എന്ന് യേശു അവരോട് വ്യക്തമാക്കിയപ്പോൾ നസ്രയത്തിലെ പള്ളിയിൽ കൂടി വന്നവർക്കെല്ലാം കോപം ജ്വലിച്ചിട്ട് അവർ യേശുവിനെ തള്ളിയിട്ട് കൊല്ലുവാൻ ശ്രമിച്ചു. നസ്രയത്ത് മാനിഫെസ്റ്റോയുടെ എംഫസൈസ് ചെയ്യുന്ന 2 പോയിന്റ്സ്: 1, യേശു തന്നെ ക്രിസ്തു; 2, ജാതികൾക്കും രക്ഷ ദാനമായി നൽകും. ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇവാഞ്ചലിസ്റ്റ് ടിപ്സൺ പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. പ്രിയ കർത്താവേ, നന്ദിയോട് സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ തിരുവചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ, കർത്താവേ, ഞങ്ങളുടെ വചനത്തിന്റെ മർമ്മങ്ങളെ കേൾപ്പാനും പഠിക്കുവാനും ഒക്കെ തന്ന അവസരത്തിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഈ വചനം പഠിച്ച് കർത്താവെ നിശ്ചയം പ്രാപിച്ച് അതിൽ നിലനിൽപ്പാനും, കർത്താവെ മറ്റുള്ളവർക്ക് കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷയിൽ അത് കർത്താവെ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഞങ്ങളെ ഇത് ഉപയോഗപ്പെടുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്ലാസ് എടുത്ത സാർ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, കുടുംബമായി അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഇന്ന് നിലനിൽപ്പാൻ തക്കോണം ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മറ്റു ടീച്ചേഴ്സിനെ എല്ലാം ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളുടെ പരിപാലനം കാരണമേ എല്ലാവരെയും സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ എല്ലാവരും ഒരിക്കൽ കൂടി ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ രാത്രിയിൽ കർത്താവെ, ഞങ്ങളുടെ കരങ്ങളിൽ തന്നെ ഞങ്ങളായിരിക്കട്ടെ. ഞങ്ങളുടെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സൽപ്രവൃത്തികൾ ചെയ്യാൻ തക്കണം. കർത്താവ്, ഈ വചന പഠനങ്ങളെ ഇനി മുഖാന്തരമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സർ.